നമസ്കാരം പ്രിയ കുട്ടികളെ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഹയർ പ്രോബ്ലത്തിലേക്ക് ഒരെണ്ണം നമ്മൾ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഹയർ പ്രോബ്ലം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇന്നുകൊണ്ട് അത് തീർക്കുന്നു. അടുത്തത് പ്രോബ്ലം കുറിച്ചോളൂ. അടുത്ത പ്രോബ്ലം cos 3x plus cos x cos 3x plus cos x minus cos 2x is equal to 0. Cos 3x plus cos x minus cos 2x is equal to 0. പ്രോബ്ലം ശൈലി എന്ന് പറയുന്നത് ഇതങ്ങനെ ചെയ്യും. ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ ഓരോന്നും നമുക്ക് റിസൾട്ടായിട്ട് ഇടാൻ പറ്റുന്നു. റിസൾട്ട് ഇല്ല. നമുക്ക് ആകെ അറിയാവുന്ന എല്ലാം കോസാന്നിരിക്കുന്നത്. നമുക്ക് ആകെ അറിയാവുന്ന രണ്ട് റിസൾട്ട് ഉണ്ട്. ഒന്നുകിൽ കോസ് എക്സ് സമസ് ഇവിടെ വെറും കോസ് എക്സ് മാത്രമായിരുന്നു സമസ് ആണെങ്കിൽ റിസൾട്ട് അല്ല, അല്ലെങ്കിൽ കോസ് എക്സ് കോസ് ഈ രണ്ട് റിസൾട്ട് അറിയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. കാരണം ഇത് രണ്ട് കണ്ട ബി ഇത് രണ്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ എക്സ് എന്നതിന് വൈ എന്ന് വിളിച്ച കോസ് എക്സിനെയും കോസ് വൈ ഫോമിലായിരിക്കും. പക്ഷെ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആകെ ചിന്തിച്ചോളൂ, ഈ രണ്ട് ആംഗിളുകളുടെ സമ്മിന്റെ പകുതിയാണോ എന്ന് നോക്കുക. 3x 1x കൂടെ 4x അതിന്റെ പകുതി 2x. അപ്പോൾ നമുക്ക് എഴുതാം cos x plus cos y സമം 2 cos of x അധികം y by 2 into cos of x minus y. ഇതാണ് സാർ cos x നെ cos y എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. 2 cos of അതാണ് പഠിച്ച കാര്യങ്ങൾ, മുന്നേ പഠിച്ച കാര്യങ്ങൾ പഠിച്ച് വീണ്ടും അപ്പോൾ cos x അധികം cos y എന്താണെന്ന് നമുക്ക് പറയാം. 2 cos of x അധികം y by 2 into cos of x minus y. അപ്പോൾ ഇവിടെ എഴുതാം 2 cos of x ന് വരെ 3x plus y ക്ക് വരെ x by 2 into cos of x ന് വരെ 3x minus y ക്ക് വരെ x by 2 minus cos 2x സമം 0. ഇനി 2 cos 3x ന് 1x കൊണ്ട് 4x രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 2x into cos 3x 1x 2x രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ x minus cos 2x സമം 0. ഈ രണ്ടിന്റെ ഒരു കോമൺ ആയിട്ട് cos 2x ഉണ്ട്, ടേക്കിംഗ് ഔട്ട് സൈഡ്. അപ്പോൾ cos 2x into 2 cos x ആണ് minus 1 സമം 0. നേരത്തെ ചെയ്തപോലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തപോലെ ഈ ഫാക്ടർ അങ്ങനെ പ്രോഡക്റ്റ് 0. അപ്പോൾ നമുക്ക് എന്താ cos 2x സമം 0 or 2 cos x minus 1 സമം 0. cos 2x സമം 0 എന്ന് പറയുമ്പോൾ cos x സമം 0 സ്കെയിൽ ആണ്. cos x സമം 0 നമുക്കറിയാം x equal to 2n plus 1 into pi by. നമുക്ക് പറയാം 2x സമം 2n plus 1 into pi by. വീണ്ടും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ x വരും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2n plus 1 into pi by. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ pi by 4 ആണ് കേട്ടോ. ഇത് പറഞ്ഞാൽ 1/2 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4 ആണ്. അപ്പോൾ നമ്മൾ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഡിനോമിനേറ്ററിനെ ആ നമ്പറിന്റെ മൾട്ടിപ്ലൈ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ ആ ഡിനോമിനേറ്ററിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് പറയാം 2 cos x സമം 1. അപ്പോൾ cos x സമം 1/2. cos x സമം 1/2. cos x സമം 1/2 നമുക്കറിയാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ബാലൻസ് cos x സമം ഇവിടെ cos ആണ്, ഇവിടെ cos പോസിറ്റീവ് അല്ല, അപ്പോൾ നോ പ്രോബ്ലം, നെഗറ്റീവ് ഒന്നുമല്ല. അപ്പോൾ 1/2 ഇടുന്ന cos 60 മീൻസ് 5/2. അപ്പോൾ cos x സമം cos നമുക്കറിയാം x equal to 2n pi plus or minus pi ക്ക് വരെ pi. അപ്പോൾ y belongs to 0. നല്ല പ്രോബ്ലം എക്സാം ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. അടുത്ത പ്രോബ്ലം കുറിച്ചോളൂ.
solve sin 2x minus sin 4x plus sin 6x equal to 0. Sin 2x minus sin 4x plus sin 6x equal to 0. So, നല്ല പ്രശ്നമാണ്. ഇത് x ഇത് y എടുക്കുമ്പോൾ sin x minus sin y ഫോർമുല പറയാം. പക്ഷേ വീണ്ടും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ രണ്ട് ആംഗിളുകളുടെ സമ്മിന്റെ പകുതിയാണെന്ന് നോക്കാം. ഈ രണ്ട് ആംഗിൾ നമ്മൾ 2x ഉം 4x 2x ഉം 4x കൂടുമ്പോൾ 6x 6xന്റെ പകുതി 3x ആണ്. 3x ആണ് അല്ല. അപ്പോൾ ഇതിന്റെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ? പറ്റില്ല. അപ്പോൾ അതാണ് ഇതിന്റെ ഫസ്റ്റ് ആംഗിൾ. sin 6x plus sin 2x minus sin 4x equal to 0. ഇത് നോക്കിയോണ്ടേ. ഇത് രണ്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 6x ഉം 2x കൂടുമ്പോൾ 8x അതിന്റെ പകുതി 4x. അപ്പോൾ ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇത് x ഇത് y. sin x plus sin y. What is sin x plus sin y? sin x plus sin y നമുക്കറിയാം 2 sin of x plus y by 2 into cos of x minus y. അപ്പോൾ എന്താണ് sin x plus sin y? sin x plus sin y നമുക്കറിയാം 2 sin of x plus y by 2 into cos of x minus y by 2. നമുക്ക് ഇതിന് പകരം എഴുതാം 2 sin of x ന് പകരം 6x plus y y ക്ക് പകരം 2x by 2 into cos of x ന് പകരം 6x minus y by 2. അപ്പോൾ ഇതിന് ജോലി കഴിയും. ഇനി മൈനസ് sin 4x സമസ്യ മൈനസ് sin 4x പിന്നെ 2 sin rx ന് 2x ഉണ്ട് 8x 8x ന്റെ പകുതി 4x cos rx ന് 2x കുറച്ചു 4x 4x ന്റെ പകുതി 2x minus sin 4x equal to 0. ഇനി രണ്ട് ടേം കോമൺ ആയിട്ട് നിങ്ങൾ sin 4x അപ്പോൾ sin 4x കോമൺ എടുത്തു. ഇതിന്റെ ബാലൻസ് 2 cos 2x minus 1 equal to 0. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് ലെസ് നോക്കുമ്പോൾ എഴുതാം sin 4x സമം ഇതാണ് 2 cos 2x minus 1 സമം I am sure ആദ്യം ഇത് രണ്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ആംഗിളുകളുടെ ഈ ആംഗിളുടെ 2x ഉം 4x ഉം അതിന്റെ സമ്മിന്റെ പകുതി സം എന്ന് പറഞ്ഞാൽ തുകയുടെ പകുതി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ തുക എടുക്കുമ്പോൾ 6x ആണ്, അതിന്റെ പകുതി 3x അതല്ല. അതുകൊണ്ട് ഈ ടേം ഒന്ന് ഫസ്റ്റ് ആക്കി ഇത് സെക്കൻഡ് ഇത് ഈ രണ്ട് ടേമുകൾ എടുത്തു. ഇത് x ഇത് y. അപ്പോൾ ഇത് sin x അധികം sin y ഫോം. sin x അധികം sin y നമുക്കറിയാം 2 sin of x plus y by 2 into cos of x minus y. ആ റിസൾട്ട് ഉണ്ട്. ഇത് minus sin 4x is equal to but 2 sin x അധികം y by 2 into cos x minus y. 6x plus 2x by 2 അപ്പോൾ 8x എന്ന് വരും. 8x by 2 4x. ഇത് 4x എന്ന് വരും. 4x by 2 2x. ഈ രണ്ട് ടേമിൽ sin 4x പുറത്തെടുത്തു. 2 cos 2x minus 1 is equal to 0. ഇത് സമം 0 or ഇത് സമം 0. ഇനി നമുക്ക് എഴുതാം sin 4x equals 0. അതേത് മോഡൽ? sin x equals 0 മോഡൽ. sin x equals 0 എന്ന് പറഞ്ഞാൽ x equal n π. പക്ഷേ x ന് ഇവിടെ 4x അല്ലേ? അപ്പോൾ 4x equal n π. അപ്പോൾ x equal to n π by 4. n belongs to z. അടുത്തത് 2 cos 2x minus 1 is equal to 0. അപ്പോൾ 2 cos 2x സമം 1. അപ്പോൾ cos 2x സമം 1 by 2. അപ്പോൾ cos 2x സമം 1 by 2 ആണ്.
ഇവിടെ cos ആണ്, ഇവിടെ cos ആണ്. അപ്പോൾ cos 2x ആണ്. 1/2 എടുത്ത cosന്റെ ഏരിയ വേണ്ട cos 60 ആണ്. 60 means 5/2. ഇപ്പോൾ ഇത് മോഡലായി വെച്ചാൽ cos x സമം cos y ആണ്. What is cos x equal to cos y? X equal to 2 and 5 plus or minus 1. നമുക്ക് പറയാം x equal to 2x 2 and 5 plus or minus 1 y equal to 5. ഇവിടെ 2 എടുക്കുന്നു, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല, 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യും. x equal to 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x വരും, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n5 plus or minus. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആക്കുക അപ്പോൾ 5 6 7 by 2 നമ്മൾ ഡിവൈഡ് ചെയ്യും. ഈ വാല്യൂ നമ്മൾ y belongs to z. Z is set of integers. Set of integers. Sin x plus sin 3x sin x plus sin 3x plus sin 5x. ഇതൊരു പ്രോബ്ലം ഷുവർ ആണ് എന്ന് പറയാം. sin x plus sin 3x plus sin 5x equal to 0. sin x plus sin 3x plus sin 5x is equal to 0. sin x plus sin 3x plus sin 5x is equal to 0. Okay. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പോകും. ഇത് ഗ്രൂപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് x ഇത് 3x രണ്ടോ കൂട്ടുമ്പോൾ 4x അതിന് പകുതി 2x അതാണ് അല്ല ചിന്തിക്കുക. ഉടനെ ഇതിനെ പിടിച്ചു ഫസ്റ്റ് ആണ്. അപ്പോൾ sin 5x plus sin x plus sin 3x equal to 0. ഇനി നോക്കിയേ 5x ന് 1x ന് 6x 6x ന്റെ പകുതി 3x. ഇത് ഇത് ഏത് മോഡൽ എന്ന് ചോദിച്ചാൽ sin x അധികം sin y. sin x അധികം sin y നമ്മൾ പഠിച്ചതാണ്. എന്താണ് sin x അധികം sin y? 2 sin of x plus y by 2 into cos of x minus y by 2. എങ്ങനെ sin x അധികം sin y എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2 sin of x അധികം y by 2 into cos of x minus y by 2. നമ്മുടെ ഇവിടെ 2 sin of x ന് വരെ 5x plus y y വരെ x by 2 into cos of x ന് വരെ 5x minus y by 2 plus sin 3x equal to 0. വീണ്ടും 2 sin 5x ന് 1x ന് 6x രണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ 3x cos 5x ന് 1x ന് 4x രണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ 2x plus sin 3x equal to 0. ഇത് ഈ രണ്ട് ടേം കോമൺ ആയിട്ട് നിങ്ങൾ sin 3x taking sin 3x sin 3x ന്റെ ബാലൻസ് ആണ് 2 cos 2x plus 1 sin 3x. വീണ്ടും നമുക്ക് sin 3x equal to 0 or 2 cos 2x plus 1 sin 3x. അടുത്ത ബാലൻസ്
നോക്കിക്കോളൂ ബാലൻസ് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണ് ബാലൻസ് ആണ്. നോക്കൂ നിങ്ങൾ sin 3x = 0 നമ്മൾ എഴുതാം. അത് sin x = 0 സ്റ്റൈലാണ്. sin x = 0 ആണ് x = n π. ഇവിടെ x ന് പകരം 3x ആണ്. 3x = n π. അപ്പോൾ x = n π/2 n belongs to z. ഇതേ ജോലി കഴിഞ്ഞു. ഇതാണ് അപ്പോൾ 2 cos 2x + 1 = 0. നമ്മൾ എഴുതാം 2 cos 2x = -1. അപ്പോൾ cos 2x = -1. അപ്പോൾ ഇവിടെ cos വന്നു. ഇവിടെ 0 ആണെങ്കിൽ ഉത്തരം ഓക്കെ. ഇവിടെ 0 എന്നാണെങ്കിൽ ഉത്തരം നമ്മൾ എഴുതുക. ഇവിടെ 0 ആണെങ്കിൽ ഓക്കെ, 0 അല്ല. അപ്പോൾ ഇവിടെ cos ആണ്, ഇവിടെ cos ആക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ നമ്മൾ എഴുതി cos 2x = -1/2 ന്റെ cos ചെയ്ത് കഴിഞ്ഞാൽ cos 60 ആണ്. 60 means pi/2. വീണ്ടും cos 2x = ഈ നെഗറ്റീവ് നമുക്ക് ക്യാൻസൽ ചെയ്യണ്ടേ. ആ നെഗറ്റീവ് വരുന്ന cosന് രണ്ട് വാല്യൂ ഉണ്ട്. അതിൽ ആദ്യത്തെ വാല്യൂ ഏതാണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചാണ്. cos of pi minus x ആണ് minus cos x. അപ്പോൾ ആ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ x ന് പകരമാണ് pi/2. ഇതാണ് x ന് പകരം pi/2. അപ്പോൾ നമ്മൾ എഴുതാം cos pi minus pi/2. അപ്പോൾ cos 2x = cos 3π വരും 2π വരും. സംശയം ഉണ്ടാവാം. അതുപോലെ പറയുന്നു നേരത്തെ പഠിപ്പിച്ചറിയോ cos 2x അതുപോലെ എഴുതി മൈനസ് അതുപോലെ cos ചെയ്തു 1/2 കൊടുക്കുന്ന cosന്റെ ഏത് വാല്യൂ cos 60 ആണ്. 60 means pi/2. അപ്പോൾ cos 2x = -cos pi/2. ഇവിടെ നെഗറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ cos x = cos y ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷേ അത് പറ്റില്ല. ഈ നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് -cos x നീക്കാനാണ് cos of pi minus x. ഇവിടെ എന്ത് വരുന്നു അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ pi/3 ആണ്. ഇവിടെ കൊടുത്തപ്പോൾ cos of pi minus pi/2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2π/2. കാരണം 3 π × 2 ഇപ്പോൾ ഇത് വളരെ cos x = cos y. cos x = cos y എന്ന് പറഞ്ഞാൽ x = x ന് 2x = 2n π പ്ലസ് ഓർ മൈനസ് പൈ പൈക്ക് വരെ 2π. ഒരു 2 കൊണ്ട് ത്രോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ x, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ പ്ലസ് ഓർ മൈനസ്. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 2 ഉണ്ട്. അപ്പോൾ 2 ക്യാൻസൽ ആയിട്ട് പൈ. ഇവിടെ ന്യൂമറേറ്ററിൽ 2 ഇല്ലായിരുന്നെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഉണ്ട്. π/6. ഇത് 2π/6 എഴുതാം. 2π/6 എന്ന് പറഞ്ഞാൽ 2 ഉം 6 ഉം കട്ട് 3. അപ്പോൾ n belongs to z. n belongs to z. അടുത്ത പ്രോബ്ലം solve 2 cos square x plus 3 sin x 2 cos square x plus 3 sin x equal to 0. കുറച്ച് സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്. ഞങ്ങൾ ചോദിച്ചു തന്നില്ല, പക്ഷേ ടെക്സ്റ്റ് വർക്കൗട്ട് ആണ്. ചോദിച്ചു കൂടാതില്ല. കുറച്ച് സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്. Two cos square x plus 2 cos square x plus 3 sin x equal to 0. ശരി, മാർക്ക് പ്രോബ്ലം ചോദിക്കുമെന്നതിനെക്കുറിച്ച് ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ചെയ്ത് പഠിച്ചില്ല എങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ നിന്ന് വരയായി കൊടുത്തത് കേട്ടോ. ഈ ചെയ്യുന്ന സ്റ്റൈൽ പോലെയാണ്. ഇവിടെ cos square cos അല്ല, cos square ആണ്. ഇവിടെ sin ആണ്. ഞാൻ ചെയ്യുന്നത്രേ ഉള്ളൂ. ഒന്ന് ചിന്തിക്കുക. cos square x എന്ന് പറഞ്ഞാൽ 1 minus sin square x ആണ്. ഞാൻ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് cos square x plus sin square x 1. cos square x plus sin square x 1. അങ്ങനെയാണെങ്കിൽ cos square x എന്ന് പറയാം 1 minus sin square x. അപ്പോൾ അതിന് പകരം ഞാൻ എഴുതുന്നു ആ റിസൾട്ട് എഴുതുന്നു 2 into ഇതിന് പകരം 1 minus sin square x plus 3 sin x equal to 0. ഇനി 2 കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 minus 2 sin square x plus 3 sin x equal to 0. ഇനി ഞാൻ ഈ sin square x ആദ്യം എഴുതി minus 2 sin square x plus 3 sin x plus 2 sums
ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ഇതാ ഭംഗിയില്ല, ഇതൊരു നെഗറ്റീവാണ്. നെഗറ്റീവ് എടുത്ത് കൂട്ടാൻ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യും. സമയമായിട്ട് സമസ്യകളായിട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാൻ മൾട്ടിപ്ലൈ ഒരു -1 മൾട്ടിപ്ലൈ ഇവിടെ 2 sin squares, ഇവിടെ മൾട്ടിപ്ലൈ -3 sin x, ഇവിടെ -1 മൾട്ടിപ്ലൈ -2. റൈറ്റിൽ ഇന്നും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി വീണ്ടും 2 sin square x എന്ന് പറഞ്ഞാൽ sin x the whole square. sin square x എന്ന് പറഞ്ഞാൽ sin x the whole square. -3 sin x -2 sin x. സംഗതി ഒന്നുമില്ല. cos square x എന്ന് പറഞ്ഞാൽ 1 sin square x എന്ന് വെച്ചു. 2 കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് sin square ടൈം ആദ്യം എഴുതി sin x ടൈം രണ്ടാമത് ബാക്കിയില്ലേ. എന്നിട്ട് sin square നെഗറ്റീവ് കൊണ്ട് ഞാൻ പഠിക്കും. sin square x എന്ന് പറഞ്ഞാൽ sin x the whole square. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് sin x നെ y എന്ന് വിളിച്ചു. sin x നെ എന്ത് വിളിച്ചു? y. അപ്പോൾ എന്താണ് പറയുന്നത്? 2 × y square -3y -2 is 0. അപ്പോൾ y ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, y ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. y ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. വേണ്ട ബാലൻസ് ആണ്. ഈ പ്രോബ്ലം നിങ്ങൾ എഴുതി പഠിച്ചോളെ. വേണ്ട ബാലൻസ് ആണ്. ഇത് -b + 1 - √b² - 4ac/2a ആ സ്റ്റൈലിൽ y വാല്യൂ പിടിക്കാം. അപ്പോൾ a = 2, b = -3, c = -2. ശരി. അപ്പോൾ y = -b, b ക്ക് പകരം -3 +or - √b² -3 square -4ac, 4 × a ക്ക് പകരം 2, c ക്ക് പകരം -2 /2a, 2 × 2. വീണ്ടും ഇത് 3 എന്ന് വരും. +or - √, -2 പ്ലസ് 9, -2 പ്ലസ് ഇത് 4 × 4 16 /4. വീണ്ടും 3 +or - √25 /4. വീണ്ടും 3 +or - 5 /4. ഇനി വീണ്ടും അത് ബാലൻസ് ആയി കൊണ്ടിരിക്കുന്നു. y = 3 + 5 /4, 3 - 5 /4. അപ്പോൾ yക്ക് രണ്ട് വാല്യൂ ഉണ്ട്. 8/4 2 എന്ന് വരും. ഇത് -2 /4. 2 ഇത് കട്ട് ചെയ്യുമ്പോൾ -1 വരും. രണ്ട് വാല്യൂ പെട്ടെന്ന് കുറിച്ചോളൂ. രണ്ട് വാല്യൂ ക്ലിയർ ആയിട്ടാണ് വിശ്വസിക്കുന്നു. ഇത് വേറെ ഒന്നുമില്ല. നിങ്ങൾ 10th പഠിച്ച ആ പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് സോൾവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ yക്ക് രണ്ട് വാല്യൂ വന്നു. ഇനി y എന്ന് പറയുന്നത് sin x ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇത്രയും വേണ്ടി. ഇനി നമുക്ക് y എന്ന് പറയുന്നത് sin x ആണ്. അപ്പോൾ നമുക്ക് എഴുതാം. ശ്രദ്ധിക്കുക, y ആണ് 2 - 1. അപ്പോൾ y എന്ന് പറയുന്നത് sin x ആണ്. അപ്പോൾ sin x = 2, അടുത്ത sin x = -1. രണ്ട് വാല്യൂ sin x = 2, sin x = -1. ഇത് 0 ആണെങ്കിൽ sin x = 0, റിസൾട്ട് ഡയറക്റ്റ് അപ്ലൈ. sin x = 2 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈൻ വന്ന് റൈറ്റ് സൈൻ വേണം. 2 എന്ന് പറഞ്ഞ വാല്യൂ സൈൻ ഇല്ല. 1/2 ആണെങ്കിലുണ്ട്. അസോ cosec x ആണെങ്കിൽ 2 ഓക്കെ, രണ്ട് സൈഡ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് sin x = 1/2. പക്ഷേ അതല്ല, sin x = 2 എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ ഇല്ല. which is not possible. ഇനി ഇവിടെ നോക്കുമ്പോൾ sin x = -1/2 നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ sin x = -1/2 കൊണ്ട് സൈൻ ചെയ്ത് വെച്ചാൽ സൈൻ 30 ആണ്. 30 × 5/6 മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്യാം. നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് -sin x എന്ന രണ്ട് റിസൾട്ടിൽ ആദ്യ റിസൾട്ട് sin of pi + x -sin x ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ sin x = sin of ഈ x എന്ന് പറയുന്നതിന് പകരമാണ് pi/6. അതുകൂടെ കൊടുക്കുമ്പോൾ sin of pi + pi/6 ഈ റിസൾട്ട് സൈഡിൽ കുറിച്ചോളൂ കേട്ടോ. അപ്പോൾ sin x = sin 6 π ഒരു പേരുണ്ട് 7 pi/6. ഇപ്പോൾ ഇത് ഏത് മോഡലായി വെച്ചാൽ sin x = sin sin y ആണെങ്കിൽ നമുക്കറിയാം sin x = sin y ആണെങ്കിൽ നമ്മൾ പഠിച്ചു x = n π
പ്ലസ് മൈനസ് 1 ഹോൾ റൈസ് ടു n ഇൻറ്റു പൈ കോമ n ബിലോങ്സ് ടു 7. അപ്പം ഇവിടെ എഴുതാം എക്സ് സമം n പൈ പ്ലസ് മൈനസ് 1 ഹോൾ റൈസ് ടു n ഇൻറ്റു പൈ പൈ മീൻസ് 7 പൈ ബൈ 6 കോമ n ബിലോങ്സ് ടു 7. ഇത് നമ്മൾ ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സംഭവിച്ചത്. ഇത് നോട്ട് പോസിബിൾ ആണ്. കാരണം സൈൻ എക്സ് ഇക്വൽ ടു വന്നാൽ ഇവിടെ സൈൻ 2ന് പകരം മൈനസ് എഴുതാം. പിന്നെ 2ന്റെ വാല്യൂ 2 എന്നുള്ള വാല്യൂ എഴുതുന്ന സൈനിൻ്റെ വാല്യൂ ഇല്ല. അതുകൊണ്ട് വിച്ച് ഈസ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ. വിച്ച് ഈസ് നോട്ട് പോസിബിൾ എന്നോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ എന്ന് എഴുതാം. വിച്ച് ഈസ് ഇമ്പോസിബിൾ, വിച്ച് ഈസ് അൺഇമ്പോസിബിൾ, അത് ഇമ്പോസിബിൾ ആണ്, നടക്കത്തില്ല. അതും സൈൻ എക്സ് ഒരു മൈനസ് 1/2 നടക്കും. കാരണം നെഗറ്റീവ് അതുപോലെ എഴുതി 1/2 വരും സൈൻ 30 മീൻസ് പൈ ബൈ 6 കൊടുത്തു. എന്നിട്ട് ഈ നെഗറ്റീവിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ റിഡക്ഷൻ ഫോർമുല ഒക്കെ പഠിപ്പിച്ച കാര്യമാണ്. ആ റിസൾട്ട് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ സൈൻ എക്സ് ഇക്വൽ സൈൻ വൈ മോഡലായി. സൈൻ എക്സ് ഇക്വൽ സൈൻ വൈ എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഇക്വൽ സൈൻ വൈ ആണ് എക്സ് ഇക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റൈസ് ടു n ഇൻറ്റു പൈ കോമ n ബിലോങ്സ് ടു z. അപ്പോൾ ഇവിടെ എങ്ങനെ വരെ 7 പൈ ബൈ 6 ആണ്. സോ എങ്ങനെ പൈക്ക് വരെ 7 പൈ ബൈ 6 ആണ്. ഭാഗത്ത് വരെ 7 പൈ ബൈ 6 കൊണ്ട് ബാക്കിയുള്ളത് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ അവസാനിച്ചു. ഇത്രയും പ്രോബ്ലംസ് ചെയ്തു. ഓക്കെ.